നമസ്കാരം. വികാൽപ്പിൻ്റെ ഒരു പുതിയ സൈറ്റ് കിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കതിൽ എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയാണ് ഇത് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ബുഷ് ബ്ലേഡ് വുഡൻസിനകത്ത് കോമ്പിനേഷൻ കിറ്റാണ്. ആദ്യമായിട്ട് നമുക്ക് കാണാം, ഇത് നമ്മുടെ ബുഷ് ബ്ലേഡ്. അടുത്തത് പീനിങ് കിറ്റാണ്. അതിൽ നമുക്ക് കിട്ടുന്ന ഒരു പീനിങ് ജിഗും 2 ക്യാപ്പുമാണ്. ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാനുള്ളൊരു ചുറ്റിക, ഏകദേശം 1/2 കിലോ വെയിറ്റുള്ളൊരു ചുറ്റിക, അത് നമ്മൾ ലോക്കലായിട്ട് മേടിക്കേണ്ടി വരും. അടുത്തത് ഷാർപ്പനിങ് കിറ്റാണ്. ഇതിൽ വരുന്നത് ഒരു സ്റ്റോൺ ഹോൾഡർ, ബ്ലാക്ക് സ്റ്റോണ്, ഒരു വൈറ്റ് സ്റ്റോണുമാണ്. ഈ വൈറ്റ് സ്റ്റോണാണ് നമ്മൾ ജോലി ചെയ്യുന്നിടത്തേക്ക് സ്റ്റോൺ ഹോൾഡറിൽ വെള്ളമൊഴിച്ച് അതിലിട്ട് കൊണ്ടുപോകുന്നത്, ഇടയ്ക്ക് ഉപയോഗിക്കുന്നതും. അടുത്ത കേർഡിൽ ഇത് നമ്മൾ നട്ടേക്കുന്ന പുല്ല്, റൈസ് അങ്ങനെയുള്ളതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഡീറിങ് വുഡൻസിനകത്തിൻ്റെ എൻഡിൽ ബ്ലേഡ് ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡീറിങ്. വുഡൻസിനകത്തിൻ്റെ ഹാൻഡിൽ. ടൂൾ കിറ്റാണ് അടുത്തത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 3 സ്പാനേഴ്സ് കിട്ടും, പിന്നെ ഒരു ആലൻ കീ കിട്ടും. അതുകൂടാതെ ഇത് അസംബിൾ ചെയ്യാനുള്ള നട്ടും ബോൾട്ടും സെറ്റ് അതിനകത്ത് വരുന്നതാണ്. അടുത്തത് നമ്മുടെ സ്നാത്താണ്, വുഡൻസിനകത്തിൻ്റെ 2 പീസസ്, അതുപോലെ അത് ജോയിൻ ചെയ്യാനുള്ള അലുമിനിയം ഫ്രെയിം. സൈറ്റിൻ്റെ മാനുവലാണ് അടുത്തത്. സൈറ്റ് അസംബിൾ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിറ്റ് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. ഇത്രയും സാധനങ്ങളാണ് സൈറ്റിൻ്റെ കിറ്റ് അസംബിൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്നാത്തിൻ്റെ അസംബ്ലിയാണ്. 2 പീസായിട്ട് വരുന്ന സ്നാത്ത് അലൂമിനിയം ഫ്രെയിമിൽ വെച്ച് 3 നട്ടും ബോൾട്ടിൻ്റെ സഹായത്തോടെയാണ് അത് ഉറപ്പിക്കുന്നത്. അലൂമിനിയം ഫ്രെയിം വെക്കേണ്ട വിധം പറഞ്ഞു തരാം. നമ്മുടെ സ്നാത്ത് സേവർ മെറ്റൽ പീസിൻ്റെ ഹോള് വരുന്ന വശം, ആ വശത്ത് തന്നെ അലൂമിനിയം ഫ്രെയിമിൻ്റെ ഹോളും വരത്തക്ക വിധം വേണം അത് സ്നാത്തിൽ വെക്കാനായിട്ട്. മറുവശത്താണ് നമ്മൾ ഹാൻഡിൽ വെക്കുന്നത്. ഇതിങ്ങനെ വെച്ചാൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് ഹാൻഡിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫ്രെയിമിൽ 2 പീസും കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നട്ടും ബോൾട്ടും ഇടുന്ന ഹോള് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലീനായിട്ട് ഹോള് കാണാൻ പറ്റും. അപ്പോൾ അത് വെക്കുന്നത് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഹാൻഡിൽ വെക്കാനുള്ള ഹോള് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ഹാൻഡിൽ എന്ന് പറയുന്നത് നമ്മുടെ യൂസറിൻ്റെ ഹിപ്പിൻ്റെ ഹൈറ്റിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ആളുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഇതിലുള്ള 3 ഹോളുകളിലൊന്ന് തിരഞ്ഞെടുക്കാം ഹാൻഡിൽ വെക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഹൈറ്റിന് ഏകദേശം ഏറ്റവും മുകളിലുള്ള ഹോളാണ് ഹാൻഡിൽ വെക്കാനായിട്ട് യോജിക്കുന്നത്. ഹൈറ്റ് കുറഞ്ഞ ആൾക്ക് അതിൻ്റെ താഴെയുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ളതോ തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിനി ഇത് നട്ടും ബോൾട്ടും ഇട്ട് ഉറപ്പിക്കാൻ പോവാണ്. ഏറ്റവും താഴത്തെ ഹോളിൽ നട്ടും ബോൾട്ടും ഇടുന്നു, അതിൻ്റെ മുകളിൽ നടുഭാഗത്തുള്ളതിൽ നട്ടും ബോൾട്ടും ഇടുന്നു. ഏറ്റവും മുകളിലത്തെ ഹോളിൽ നമ്മൾ ഹാൻഡിൽ വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഹാൻഡിൽ മുകളിലായിട്ട് സ്നാത്ത് അസംബിൾ ചെയ്ത് വച്ചിരിക്കുന്നതാണിത്. സ്നാത്ത് സേവർ പീസാണിത്. ഇത് അലുമിനിയം ഫ്രെയിമാണ്. അപ്പോൾ അത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കുക, നിങ്ങൾക്ക് അസംബിൾ ചെയ്യുമ്പോൾ എളുപ്പമുണ്ടാവും. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലേഡ് ഫിക്സിംഗ് ആണ്. അതിന് വേണ്ടത് ഡീറിങ്ങും അലൻ കീ നമ്മുടെ ബ്ലേഡുമാണ്. ആദ്യമായിട്ട് അലൻ കീ ഉപയോഗിച്ച് ഡീറിങ്ങിൽ നിന്ന് ആ സ്ക്രൂസ് ഒന്ന് ലൂസൻ ചെയ്തെടുക്കണം. അതിനുശേഷം ഡീറിങ്ങിലുള്ള സ്ക്രൂ സ്നാത്ത് സേവറിൻ്റെ ഹോളുള്ള സൈഡിൽ വരത്തക്ക വിധം കുറച്ച് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ബ്ലേഡ് വയ്ക്കാൻ പോവാണ്. ബ്ലേഡിലുള്ള നിബ്ബ് സ്നാത്ത് സേവറിൻ്റെ ഹോളിലേക്ക് വരത്തക്ക വിധം ബ്ലേഡ് വയ്ക്കുക. അതിനുശേഷം ഡീറിങ് ബ്ലേഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡീറിങ് മുകളിലേക്ക് കയറ്റി വയ്ക്കുന്നതിന് വേണ്ടി അതിൽ ശരിക്കും ലൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനത് ആ സ്ക്രൂസ് ഒന്ന് ഊരിയെടുക്കാൻ പോവുകയാണ് താൽക്കാലികമായിട്ട്. ബ്ലേഡിൻ്റെ മുകളിൽ ഡീറിങ് വെച്ച ശേഷം നമുക്കത് തിരിച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്ക്രൂസ്. അതിൻ്റെ 2 അലൻ കീ വെച്ച് ടൈറ്റ് ചെയ്യുന്ന സ്ക്രൂസാണ്. തിരിച്ച് ഫിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കാം. ഡീറിങ് സ്നാത്തിൻ്റെ എൻഡിലേക്ക് മാക്സിമം കയറ്റി വെച്ചിട്ട് ഡീറിങ്ങിലുള്ള സ്ക്രൂസ് നമുക്ക് അലൻ കീ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഈ ഡീറിങ്ങിലുള്ള ഈ സ്ക്രൂസ് നമ്മൾ ഫോഴ്സ് കൊടുത്ത് പുല്ല് വെട്ടുന്ന സമയത്തൊക്കെ
ലൂസാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നാളത്തെ ഉപയോഗത്തിന് ശേഷം ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അത് ലൂസായി ഊരി പോകാതിരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ബ്ലേഡ് പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ആ ഡിറിങ്ങിൽ നിന്നുള്ള സ്ക്രൂസ് ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്നാച്ച് സേവർ പീസിലെ നിബ് കയറിയിരിക്കുന്നത് കാണാം നമുക്ക്. അപ്പോൾ ഇത് ബ്ലേഡ് ടൈറ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്തൊരു കേർഡിലാണ് നമ്മൾ നട്ടിരിക്കുന്ന പുല്ല്, റൈസ്, ഗോതമ്പ് അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ വെട്ടുന്ന സാധനങ്ങളെല്ലാം ഒരേ സ്ഥലത്ത് വന്ന് വീഴാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. ഇത് നമ്മൾ കാട് വെട്ടുമ്പോൾ ഉപയോഗമില്ല. കാട് വെട്ടാൻ സൈറ്റ് ഉപയോഗിക്കുന്നവർ ഇത് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളവർ മാത്രം ഇത് ഫിക്സ് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സൈറ്റ്. സൈറ്റിൻ്റെ ഹാൻഡിലിൻ്റെ ഡയറക്ഷൻ നോക്കിക്കോളൂ. ബ്ലേഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ സൈറ്റിൻ്റെ ഹാൻഡിലിൻ്റെ ഡയറക്ഷൻ വരണം. അപ്പോൾ ഇത് സൈറ്റിൻ്റെ ഹാൻഡിൽ ഡയറക്ഷൻ പ്രോപ്പറാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. പാർട്സൊക്കെ നന്നായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഉപയോഗിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തൊരു ഇൻഫർമേഷൻ പറയാനുള്ളത്, ഈ സൈറ്റിൻ്റെ ഹാൻഡിൽ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലൂസാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ ചെയ്ത മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാൻഡിൽ നമ്മൾ പ്രോപ്പർ ഡയറക്ഷനിൽ വെച്ചിട്ട് അതിൽ അരാൾഡേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും മരം ഒട്ടിക്കുന്ന പശ അപ്ലൈ ചെയ്ത് ടൈറ്റൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ പഴയ സൈറ്റാണ്. അപ്പോൾ അതിൽ ഞാൻ അരാൾഡേറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ അവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. ഇതാണ് 2 സൈറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. താഴെ ഉള്ളത് പഴയതും മുകളിലുള്ള പുതിയ സൈറ്റ് അസംബിൾ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പുതിയ സൈറ്റിൻ്റെ ബ്ലേഡ് കാണാം നിങ്ങൾക്ക്. അത് ഈ തവണ നമുക്ക് കിട്ടിയപ്പോൾ പീൻ ചെയ്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതൊന്ന് ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് പഴയ ബ്ലേഡാണ്. അത് നിങ്ങൾക്ക് കാണാം അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഉപയോഗത്തിൻ്റെ അനുസരിച്ച് ഇതുപോലെ ചെറിയ ചെറിയ പൊട്ടലുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് നമുക്ക് നന്നാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വികാൽപ്പിൻ്റെ സൈറ്റ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അതെങ്ങനെ വാങ്ങണം, ഏതൊക്കെ കോമ്പണൻസ് വാങ്ങണം എന്നുള്ള ഡീറ്റെയിൽസ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ട ശേഷം സംശയമുള്ളവർ വിളിച്ചോളൂ, ഞാൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.